എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ സ്വപ്നം കണ്ട് എഴുന്നേൽക്കുന്ന യൂണിന് തന്റെ മുന്നിൽ ആ പഴയ ജിവോൺ വന്ന് നിൽക്കുന്നത് പോലെ തോന്നും. അതുകൊണ്ടാണ് അത് അവൾ ഉറപ്പാക്കാൻ വേണ്ടി കവളിൽ പിച്ച് നോക്കുന്നത്. ഇത് കണ്ട് ഷോക്കാവുന്ന ഇവനാണെങ്കിൽ ഡി ജിവോൺ നീ എന്ത് ചെയ്യുന്നതെന്നും പറഞ്ഞ് ഇവളെ വിളിക്കുമ്പോഴാണ് ഇവൾക്ക് പെട്ടെന്ന് ബോധം ഉണ്ടാകുന്നത്. പെട്ടെന്ന് തന്നെ അടുത്തിരിക്കുന്ന പൊട്ട ഗ്ലാസ് എടുത്ത് നോക്കുമ്പോൾ തന്റെ മുന്നിൽ ഇപ്പൊ നിൽക്കുന്നത് ആ പഴയ ജിവോൺ ആണെന്ന് ഇവൾക്ക് മനസ്സിലാകും. പെട്ടെന്ന് കണ്ട ആ ഷോക്കിൽ കാതി കൂവി ഇവളാണെങ്കിൽ ഇവനെ പിടിച്ച് തള്ളിയിടുവാണ്. എന്നിട്ട് അവിടെ നിന്ന് ഒരൊറ്റ ഓട്ടമാണ്. ഇപ്പൊ ഈ സംഭവത്തോടെ ജിവോണിനൊരു കാര്യം മനസ്സിലാകും, അവൾക്ക് തന്നെ നല്ല രീതിക്ക് ഓർമ്മയുണ്ടെന്ന്. ഇവന്റെ അച്ഛൻ ഗ്യോങ്തെ ആണെങ്കിൽ ഇപ്പൊ ഹോസ്പിറ്റലിലാണുള്ളത്. ഇന്നലെ രാത്രി മഴയത്ത് നനഞ്ഞു വന്ന് ജിവോൺ ഗ്യോങ്തെയോട് സ്കൂളിലോട്ട് പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതെന്താ നീ ഇത്ര പെട്ടെന്ന് മാറ്റി പറയുന്നേ, നിനക്ക് എന്താ ഭ്രാന്തായോ എന്നും ചോദിച്ച് ഇത് കേട്ട് ഗ്യോങ്തെ മുന്നോട്ടേക്ക് വരുന്നതും തലയിൽ കിടന്ന വെള്ളത്തിൽ സ്ലിപ്പായി താഴേക്ക് വീഴുകയായിരുന്നു. പാവത്തിന്റെ രണ്ട് കാല് ഒടിഞ്ഞിരിക്കുകയാണ്. അച്ഛനെ ഇപ്പൊ വെള്ളത്തിൽ തെന്നി വീഴുന്നു ഞാൻ എങ്ങനെ അറിയാനാ എന്നും ചോദിച്ച് ജിവോൺ നിൽക്കുമ്പോൾ അതൊക്കെ വിട്ടേക്ക്, നീ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി, സ്കൂളല്ല നമ്മുടെ ലക്ഷ്യം, ഗോൾഫ് കോഴ്സ് ആണ്. ഇപ്പൊ ജിവോൺ ആണെങ്കിൽ സ്കൂളിന്റെ പ്രവേശന നിരക്ക് കൂട്ടാനായിട്ട് ഒരു ഗിഫ്റ്റഡ് പ്രോഗ്രാം കൊണ്ടുവരാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അതായത് ഈ നല്ല മാർക്ക് വാങ്ങുന്ന പഠിപ്പി കുട്ടികൾക്ക് വേണ്ടി. പുതിയ പ്രിൻസിപ്പളിനാണെങ്കിലും ആ കാര്യത്തിൽ പൂർണ്ണ താല്പര്യമാണ്. എന്നത് കേൾക്കുന്ന അടുത്ത സാറാണെങ്കിൽ അത് കുട്ടികൾക്കിടയിൽ ഒരു വേർതിരിവിന് കാരണമാകും എന്ന് പറയുന്നുണ്ട്. എന്നാൽ പക്ഷെ ഇതുമായിട്ട് മുന്നോട്ട് പോകാനാണ് ജിവോണിന്റെ താല്പര്യം. അങ്ങനെ ഇപ്പൊ ഇതിനെ കുറിച്ച് തീരുമാനിക്കാനായിട്ട് ഇവരൊരു മീറ്റിംഗ് വയ്ക്കും. എല്ലാ ടീച്ചേഴ്സിനും മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. എങ്ങനെ ഇനി ജിവോണിനെ പോയി ഫേസ് ചെയ്യും എന്ന മടിയിലാണ് യൂൺ നിൽക്കുന്നത്. മീറ്റിംഗിലോട്ട് കയറാതെ അവിടെ പുറത്തു നിന്ന് കറങ്ങി കളിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് അടുത്ത കുരിശ് വരുന്നത്. അവിടുത്തെ തേഹോ എന്ന് പറയുന്ന സാർ, ഇയാളോട് ഇവൾക്ക് ഒരു ക്രഷ് ഉണ്ടായിരുന്നു. കുറച്ച് ദിവസം മുന്നേ കള്ളു കുടിച്ച് അതിന്റെ ഒരു ഹാങ് ഓവറിൽ ഇവളാണെങ്കിൽ തേഹോയെ പ്രപ്പോസും ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം എന്നായിരുന്നു തേഹോ അന്ന് മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതീ പിന്നെ ഇവന്റെ കണ്ണ് വെട്ടിച്ച് മുങ്ങി നടക്കുവാണ് ഇവള്. ദേ ഇപ്പൊ ചെകുത്താനും കടലിനും നടുവിലെന്ന അവസ്ഥ. മീറ്റിംഗിലോട്ട് കയറിയ ജിവോൺ ഇവിടെയാണെങ്കിൽ തേഹോ, കുറച്ച് ദിവസമായിട്ട് മിസ്സിനെ കാണാനേ ഉണ്ടായിരുന്നില്ലല്ലോ, എന്താ മിസ് മീറ്റിംഗിന് കയറുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കയറാൻ പോവുകയായിരുന്നു എന്നും പറഞ്ഞ് ഇവള് കറങ്ങി കളിക്കുമ്പോഴാണ് വാതിൽ തുറന്ന് ജിവോൺ ഇവളകത്തേക്ക് വിളിക്കുന്നത്. മീറ്റിംഗിന് കയറിയെങ്കിലും ജിവോണിനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവള്. ഇവനിപ്പോ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ആ ഗിഫ്റ്റഡ് പ്രോഗ്രാമിന്റെ കാര്യം എല്ലാവരോടും പറയും. 5 കൊല്ലമായിട്ട് സ്കൂളിന്റെ ഗ്രേഡ് വളരെയധികം കുറവാണ് എന്നിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഇത് ഇഷ്ടപ്പെടാത്ത യൂണാണെങ്കിൽ നമ്മൾ സിയോൾ സിറ്റിയിലൊന്നും അല്ല ഉള്ളത്, ഇതൊരു ചെറിയ ഗ്രാമപ്രദേശത്തെ സ്കൂളാണ്. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഗിഫ്റ്റഡ് പ്രോഗ്രാം വെക്കുവാണെങ്കിൽ അത് പാരന്റ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാകും എന്ന് പറഞ്ഞ് ഇതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോൾ ജിവോൺ ആണെങ്കിൽ പ്രോഗ്രാമിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നേരെ യൂണിന്റെ തലയിലിട്ട് കൊടുക്കും. അതുപോലെ മിസ് യൂൺ, ഇന്ന് നമുക്ക് ഒരുമിച്ച് ലഞ്ച് കഴിക്കാം, മിസ്സിന് എന്നോടൊരു ക്ഷമ ചോദിക്കാനുണ്ടാവുമല്ലോ എന്ന് പറഞ്ഞ് ഇന്നലത്തെ കാര്യം ഓർമ്മിപ്പിക്കുമ്പോൾ ദേഷ്യത്തിലിരിക്കുന്ന ജിവോണിനെ അവിടെയുള്ള എല്ലാവരും കൂടെ പിടിച്ചു വെക്കുവാണ്. ഈ സ്കൂളിൽ പഠിപ്പിക്കാൻ വന്നതിന് ശേഷം നിന്നെ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ കാണുന്നത്, അപ്പൊ പണ്ട് നിന്റെ കുട്ടികളെ മാഡോഗ് എന്ന് വിളിച്ചത് വെറുതെ അല്ല എന്ന് ഫ്രണ്ട് സൂണ പറയുമ്പോൾ ആ പ്രാന്തന്റെ വിചാരം ചെയർമാൻ എന്ന് പറഞ്ഞ ദൈവമാണെന്ന്, ആരാന്ന് അവന്റെ വിചാരം എന്നും ചോദിച്ച ദേഷ്യത്തിലിരിക്കുവാണ് യു. ഈ സൂണയ്ക്കാണെങ്കിൽ ഇപ്പോൾ ജിവോണിനെ കണ്ട് പുള്ളിയുടെ സംസാരമൊക്കെ കേട്ടതീ പിന്നെ അവനോടൊരു ക്രഷും തുടങ്ങിയിട്ടുണ്ട്. അത് അവളുടെ ഒരു പതിവ് സ്വഭാവമാണ്. ഏത് കൊള്ളാവുന്ന ചെറുക്കന്മാരെ കണ്ടാലും പെട്ടെന്ന് ക്രഷ് അടിക്കുന്ന സ്വഭാവം. എന്റെ പൊന്നു സൂണ, അവൻ എന്ത് സാധനമാണെന്ന് നിനക്ക് അറിഞ്ഞൂടാ. ഈ ജിവോൺ എന്ന് പറയുന്നത് അവനെ കുറിച്ച് മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സെൽഫിഷ് നാറിയാണ്. അവന്റെ ആ സുന്ദരമുഖം കണ്ടൊന്നും നീ വീഴാൻ നിക്കല്ലേ എന്നും പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴും എന്നാലും പുള്ളി എന്റെ ടൈപ്പാ എന്നും പറഞ്ഞു നിൽക്കുവാണ് സോണ. ജിവോൺ ആണെങ്കിൽ ഇവളോട് ലഞ്ച് ഒരുമിച്ച് കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിന് നിൽക്കാതെ ഇവള് നേരെ വീട്ടിലോട്ട് വരും. വീട്ടിൽ വരുമ്പോൾ മുത്തശ്ശൻ എന്തോ കാര്യമായിട്ട് തപ്പിക്കൊണ്ടിരിക്കുവാണ്. ഗ്രാൻഡ് പ എനിക്ക് വിശക്കുന്നു എന്നും പറഞ്ഞ് ഇവള് പോയി ഗ്രാൻഡ് പേ ഹഗ് ചെയ്യുമ്പോഴാണ് എന്തോ ഒരു കുഴപ്പം തോന്നുന്നത്. കാരണം ഇവള് പോയി ഹഗ് ചെയ്തത് ഗ്രാൻഡ് പേ അല്ലായിരുന്നു, പകരം ജിവോണിനെ ആയിരുന്നു. തന്റെ വീട്ടിൽ ജിവോൺ വരുമെന്ന് ആരെങ്കിലും ഉണ്ടോ പ്രതീക്ഷിക്കുന്നു. പെട്ടെന്ന് ഇവള് വന്ന് ഹഗ് ചെയ്തതിന്റെ ഷോക്കിലാണ് അവനും. ഗ്രാൻഡ് പ തോട്ടം നനച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇവൻ വന്നത്. അറിയാതെ പുള്ളിയുടെ കയ്യിൽ നിന്ന് വെള്ളം ഇവന്റെ ഷർട്ടിലോട്ട് വീണു. പിന്നെ ഗ്രാൻഡ് പേയുടെ ഒരു ഡ്രസ്സ് കൊടുത്ത് ഷർട്ട് ഉണക്കാൻ ഇട്ടിരിക്കുവായിരുന്നു. ഇവന്റെ അച്ഛൻ ഗ്യോങ്തെയോട് ഗ്രാൻഡ് പേക്ക് ദേഷ്യമാണെങ്കിലും ജിവോണിനോട് സംസാരിച്ചപ്പോൾ എന്തോ ഗ്രാൻഡ് പേക്ക് ഭയങ്കര മതിപ്പ്. അവനോട് കുറച്ച് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായേ അവൻ അവന്റെ അച്ഛനെ പോലെ അത്ര നാറിയൊന്നുമല്ല. മാത്രമല്ല അവൻ എന്നോട് ഫുഡ് ഉണ്ടാക്കാൻ സഹായിക്കാന്ന് വരെ പറഞ്ഞു. ഇപ്പൊ ഡ്രസ്സ് മാറി വരുന്ന ജിവോണിനോട് ഇത്രയൊക്കെ സംഭവിച്ച സ്ഥിതിക്ക് ഇനി ഫുഡ് കഴിച്ച് പോവാം എന്ന് പറയാൻ തുടങ്ങുമ്പോഴേക്കും ഇത് മനസ്സിലാക്കുന്ന യൂണാണെങ്കിൽ ഇടയിൽ കയറി എന്നാ ശരി പൊക്കോളാനായിട്ട് പറയുവാണ് ഇവനോട്. തന്നെ ഓടിക്കാനുള്ള ഇവളുടെ ധൃതി കാണുമ്പോൾ എന്നെ ഇനിയിപ്പോ ഫുഡ് കഴിച്ചിട്ടേ മടങ്ങുന്നുള്ളൂ എന്ന് ഇവനും. ജിവോൺ ആണെങ്കിൽ ഇപ്പൊ ഗ്രാൻഡ് പേയോട് എന്റെ അച്ഛൻ അവിടെ ഗോൾഫ് കോഴ്സ് തുടങ്ങുമെന്നും പറഞ്ഞ് ഭയങ്കര വാശിയിലാണ് നിൽക്കുന്നത്. എന്നെ കൊണ്ട് അതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ എനിക്കറിയാം നിന്റെ അച്ഛൻ എന്നോട് ദേഷ്യമാണ് എന്ന് കരുതി അവനെല്ലാം നശിപ്പിക്കുന്നത് ഞാൻ നോക്കിയിരുന്ന് കാണില്ല. ഞാൻ ആളുകളെ കൂട്ടും, ആവശ്യം വരുവാണെങ്കിൽ മീഡിയ അറിയിക്കും. ഈ ടൗൺ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എന്റെ കൂടെ ദൗത്യം എന്ന് പറയുമ്പോൾ ഗ്രാൻഡ് പേ പറയുന്ന കാര്യങ്ങൾ മനസ്സിലായി എന്നിരിക്കുവാണ് ജിവോൺ. ഇപ്പൊ യൂൺ ജിവോണിനെ അടിച്ച കാര്യമല്ല, അവിടുത്തെ ടീച്ചറായ ക്യുങ്ഹോൺ വന്ന് ഗ്യോങ്തെയോട് പറയുവാണ് ഈ ക്യുങ്ഹോൺ ഇത്തിരി മിസ്റ്റീരിയസ് ആയ പേഴ്സൺ ആണ്, ആരും ഇല്ലാത്തവനെ വളർത്തിയതെല്ലാം നമ്മുടെ ഗ്രാൻഡ് പേ ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രാൻഡ് പേ ഇയാൾ അച്ഛനെന്നാണ് വിളിക്കുന്നത്. ഗ്യോങ്തെയോടും അത്യാവശ്യം നല്ല ബന്ധം തന്നെയാണ് പുള്ളിക്ക്. യൂണും ജിവോണും അല്ലെങ്കിലും ചെറുപ്പം തൊട്ടേ അങ്ങനെയല്ലായിരുന്നു, അവരെ കണ്ണി കണ്ട അടിയായിരുന്നല്ലോ എന്ന് ക്യുങ്ഹോൺ പറയുമ്പോൾ എന്നാലും ഇപ്പൊ എന്റെ മകൻ ചെയർമാൻ അല്ലേ, ഒരു പരട്ട ടീച്ചറിനെ എങ്ങനെ ചെയർമാൻ അടിക്കാൻ പറ്റും, എനിക്കറിയാം അവള് നിനക്കൊരു മകളുടെ സ്ഥാനത്താണെന്ന്, എന്നിരുന്നാലും നീ അവളെ അവളുടെ സ്ഥാനത്ത് നിർത്തണം എന്ന് പറയുമ്പോൾ ചെയ്തോളാം എന്ന്
അറിയിക്കുവാണ് ക്യുങ്ഹോൺ. ഗ്യോങ്തെ ഇവൻ ചെയർമാൻ എന്ന് വിളിക്കുന്നത് കണ്ട് തന്നെ ചേട്ടാ എന്ന് വിളിച്ചാൽ മതിയെന്നും ഗ്യോങ്തെ പ്രത്യേകം അറിയിക്കുന്നുണ്ട്. ക്യുങ്ഹോൺ അവിടെ നിന്ന് പോകുന്ന കാണുമ്പോൾ പണ്ട് നടന്ന എന്തോ ഒരു സംഭവമാണ് ഗ്യോങ്തേക്ക് ഓർമ്മ വരുന്നത്. 2 സ്റ്റുഡൻസിന് എന്തോ ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിലാക്കിയിരിക്കുന്നു. ഒരുപാട് ശ്രമിച്ചെങ്കിലും അതിലൊരാൾ മരണപ്പെട്ടു പോകും. ഇത് കണ്ട് വല്ലാത്തൊരു ഷോക്കിൽ ക്യുങ്ഹോൺ നിൽപ്പുണ്ട്. എന്നാ മരണപ്പെട്ട പയ്യനും ക്യുങ്ഹോണും തമ്മിലുള്ള ബന്ധമൊന്നും വ്യക്തമല്ല. അന്ന് ഇത് കണ്ട് ഗ്യോങ്തേയും അവിടെ ഉണ്ടായിരുന്നു. സീൻ കട്ടാകുമ്പോൾ യൂണിന്റെ പിന്നാലെ കൂടിയിരിക്കുന്ന ജിവോണിനോട് എന്തിനെന്റെ പിന്നാലെ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നിന്നോട് ഞാൻ ലഞ്ച് ഒരുമിച്ച് കഴിക്കാന്ന് പറഞ്ഞതല്ലേ എന്ന് പറയുവാണ്. ഒരുമിച്ച് ലഞ്ച് കഴിക്കാന്ന് പറഞ്ഞിട്ട് പിന്നെന്താ എന്റെ വീട്ടിൽ ചെയ്യുന്നതെന്ന് ഇവള് ചോദിക്കുമ്പോൾ എനിക്കതേ നീ ആദ്യം വീട്ടിലോട്ട് തന്നെ ആയിരിക്കും ഓടി വരുന്നതെന്ന്. പക്ഷെ നീ എന്നെ വന്ന് അങ്ങനെ ഹഗ് ചെയ്യുമെന്ന് ഞാൻ ഓർത്തില്ല. അല്ല തനിക്ക് എന്തിനാ എന്റെ കൂടെ ഭക്ഷണം കഴിച്ചിട്ട്? എനിക്കൊരു കാര്യത്തെ കുറിച്ചതാണ്. ഇത്രയും കാലം കഴിഞ്ഞ് നമ്മൾ പരസ്പരം കണ്ടപ്പോൾ നിനക്ക് എങ്ങനെയാ ഫീൽ ചെയ്യുന്നത്? ഇത് കേൾക്കുന്ന ഇവളാണെങ്കിൽ ഇത് നേരെ തിരിച്ച് അവനോട് ചോദിക്കും, നിനക്കിപ്പോൾ എങ്ങനെയാ എന്നെ കണ്ടിട്ട് ഫീൽ ചെയ്യുന്നതെന്ന്. എനിക്ക് നിന്നെ കാണുമ്പോഴേ ദേഷ്യം വരുമെന്ന് ഇവൻ പറയുന്നത് കേൾക്കുമ്പോൾ ഓ അപ്പൊ നിനക്ക് എന്നോട് ഇപ്പോഴും ദേഷ്യമാണല്ലേ എന്ന് ചോദിക്കുവാണ് അവള്. പിന്നെ നീ എന്തോർത്തെ ഞാൻ നിന്നെ മിസ് ചെയ്യുന്നു? എന്നാ ശരി എന്റെ ഉത്തരം കേട്ടോ. 18 കൊല്ലം കഴിഞ്ഞ് നിങ്ങളെ കണ്ടിട്ട് എനിക്കൊന്നും തോന്നില്ല. അതുപോലെ നമ്മുടെ ഒരർത്ഥവും ഇല്ലാത്ത ആ പാസ്റ്റിലേക്ക് നിങ്ങൾ വീണ്ടും തിരിച്ചു പോയില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. തന്നെ മുഖാമുഖം കാണല്ലേ എന്നാണ് ഞാൻ ഓരോ നിമിഷവും പ്രാർത്ഥിക്കുന്നതെന്ന് ഇവള് പറയുമ്പോൾ എന്നാ ശരി നമുക്കിനി തൊട്ട് പരസ്പരം കാണുന്നത് പരമാവധി ഒഴിവാക്കാം. എനിക്ക് അത്രയും സന്തോഷമൊന്നും പറഞ്ഞവളുമ്പോൾ പണ്ട് ജീവോണും യൂണും എല്ലാം ഇവിടെ പഠിച്ച സമയത്ത് അവരെ പഠിപ്പിച്ച സാറ് ഇപ്പോഴും സ്കൂളിലുണ്ട്. അതുപോലെ ഇവരുടെ കൂടെ പഠിച്ച യൂണിന്റെ ഫ്രണ്ട് ജിഹെ എന്ന് പറയുന്ന പെണ്ണും ഇപ്പൊ ഇവരുടെ കൂടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. താൻ പഠിപ്പിച്ച 3 പേരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സന്തോഷം സാർ ഇപ്പൊ അവരെ അറിയിക്കുവാണ്. കൂട്ടത്തിൽ സൂണയും വന്നിരിക്കുന്നത് കാണുമ്പോൾ അല്ല നീ എന്തിവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന സാറിനോട് അല്ല യൂണിയുടെ കൂടെ പഠിച്ചിട്ടില്ലെങ്കിലും ഞാനും ഇപ്പൊ അവളുടെ ഫ്രണ്ടാണല്ലോ. മാത്രമല്ല നമ്മുടെ പുതിയ ചെയർമാൻ പുള്ളിയോട് എനിക്ക് ഭയങ്കര റെസ്പെക്ട് ആണ്. മാത്രമല്ല മുഖത്തേക്ക് നോക്ക്, ചെയർമാനെ കാണാൻ എന്തൊരു ഹാൻഡ്സമാ. എന്നിത് കേൾക്കുന്ന ജിഹയ്ക്ക് ഇത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഇവളുടെ മൊത്തത്തിലുള്ള പെരുമാറ്റത്തിൽ നിന്ന് ജിഹയ്ക്ക് ജീവോണിനോട് താല്പര്യമുണ്ടെന്ന് തോന്നുന്നു. പണ്ടത്തെ കാര്യങ്ങളൊക്കെ സാദ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ പണ്ടത്തെ ഇവരുടെ 2 പേരുടെയും ബെറ്റിന്റെ കാര്യവും സാദ് എടുത്ത് പറയുന്നുണ്ട്. എന്തായിരുന്നു ആ ബെറ്റെന്നും പറഞ്ഞ് സാദ് നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ രണ്ടുകൂടെ സാധനം സ്റ്റോപ്പ് ചെയ്യിക്കും. കേട്ടാകുമ്പോൾ ഗ്രാൻഡ് ഇപ്പോഴും ഭയങ്കര വിഷമതി തന്നെയാണ്. തന്റെ വിഷമങ്ങളെല്ലാം പുള്ളി ക്യുങ്ഹോണോട് പറയുമ്പോൾ അച്ഛൻ അറിയാവുന്നതല്ലേ ഈ ഗ്യോങ്തി ഒരു വാശിക്കാരനാണെന്ന്. വീണ്ടും അതിൽ പിടിച്ച് ടെൻഷൻ അടിക്കാതെ അതങ്ങ് വിട്ടുകളയാൻ പറയുമ്പോൾ പണ്ടത്തെ ഒരു കാര്യം ആലോചിക്കുവാണ് ഗ്രാൻഡ്പ. ഒരു പ്രൊജക്ടിന് വേണ്ടി ഗ്രാൻഡ്പയുടെ അടുത്തുള്ള ഭൂമി തനിക്ക് വിട്ടുതരാനും ഈ പ്രൊജക്ട് നടന്നില്ലെങ്കിൽ തന്റെ കമ്പനി നഷ്ടത്തിലാകും എന്നും പണ്ട് കാല് പിടിച്ച് ഗ്യോങ്തി ഗ്രാൻഡ്പയോട് പറയുമ്പോൾ നീ ഈ പറയുന്ന ഗോൾഫ് കോഴ്സ് അവിടെ തുടങ്ങാൻ പറ്റില്ല. അത് വാട്ടർ പ്യൂരിഫിക്കേഷൻ പ്ലാന്റിന്റെ അടുത്താണ്. അതുപോലെ നീ ഇടിച്ചു നികത്താൻ പോകുന്ന കുന്ന് എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് നിനക്കറിയോ എന്ന് പറഞ്ഞ ഭൂമി കൊടുക്കില്ല എന്ന് ഉറപ്പിച്ച് നിൽക്കുവാണ് ഗ്രാൻഡ്പ. അന്ന് ഈ ഗ്യോങ്തെ ഗ്രാൻഡ്പയോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിനെല്ലാം നിങ്ങൾ ഒരു ദിവസം റിഗ്രറ്റ് ചെയ്യും. ഒരു ദിവസം ഞാൻ നിങ്ങൾ ഒരു പാഠം പഠിപ്പിക്കുമെന്ന്. ഇപ്പൊ അതുപോലെ തന്നെ വന്നിരിക്കുന്നു. കെട്ടാകുമ്പോൾ രാത്രി ജിവോണും യൂണും ഇന്ന് അവരെ ഹഗ് ചെയ്ത കാര്യം തന്നെ വീണ്ടും വീണ്ടും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ ജിവോൺ സ്കൂളിലേക്ക് വരുന്നത് കണ്ട് ഏത് ചെയർമാൻ എന്നും സ്കൂളിലേക്ക് കെട്ടിയെടുക്കുന്നത്, ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നും ചോദിച്ച് യൂൺ നിൽക്കുമ്പോൾ ജിവോൺ വരാൻ വേണ്ടി അവനെയും വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു സൂണ. ഇവളിങ്ങനെ ജിവോണിനെ കുറിച്ച് പാടി പുകഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവളുടെ കഴിഞ്ഞ ആഴ്ച സെറ്റായ ബോയ് ഫ്രണ്ടിന്റെ കാര്യം ചോദിക്കുവാണെയോ. എന്നാൽ അതിനെയും ബ്രേക്കപ്പ് ആക്കി പിറകെ വേറെ 2 വളച്ച് അതിനെയും ഒഴിവാക്കി നിൽക്കുന്ന നിൽപ്പായിരുന്നു അത്. ഞാൻ പറഞ്ഞില്ല ഇത് അവളുടെ സ്ഥിരം പരിപാടിയാണ്. ഈ സമയം സൈക്കിളിൽ ഒരുത്തൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇന്ന് ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് ആളുകൾ വരുന്ന ഡേ ആയിരുന്നു. ഇവൻ ട്രെയിനിങ്ങിന് വേണ്ടി വന്നിരിക്കുവാണ്. ഇവനെ കാണുന്ന യൂണാണെങ്കിൽ ഏത് പാവം പിടിച്ച ടീച്ചറാണോ ഇവന്റെ മെന്റർ ആവാൻ പോകുന്നത് എന്ന് പറഞ്ഞ് നാക്കെടുത്തില്ല. ഇവൻ ഇപ്പൊ ഇവളെ പരിചയപ്പെടാൻ വരും. ഇവളായിരുന്നു ഇവന്റെ പുതിയ മെന്റർ. ഇവന്റെ പേര് മൂൺസു എന്നാണ്. ജിം ട്രെയിനി ടീച്ചർ ആയിട്ടാണ് ഇവ വന്നിരിക്കുന്നത്. ഇപ്പൊ ഇവളെ പെട്ടെന്ന് കണ്ട് ഈ മൂൺസ് ഒന്ന് ഷോക്ക് ആവുന്നുണ്ട്. മിസ്സിന് എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പോൾ അറിയാത്ത ഭാവത്തിൽ നിൽക്കുന്ന യൂണിനോട് വന്ന് സൂണ ഈ മൂൺസ് ഒരു സ്വിമ്മർ ആണെന്നും ആളുകൾക്കിടയിൽ കൊറിയൻ ഡോൾഫിൻ എന്നൊക്കെയാണ് ഇവൻ അറിയപ്പെടുന്നതെന്നും ഇവൻ ഒരുപാട് ഫാൻസ് ഉണ്ടെന്നുള്ള കാര്യവും ഇവള് പറഞ്ഞു കൊടുക്കും. മൂൺസു ആണെങ്കിൽ വീണ്ടും ടീച്ചർക്ക് ശരിക്കും എന്നെ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് സ്പോർട്സ് ആയിട്ടൊന്നും വലിയ പരിചയമില്ല എന്ന് പറയുവാണ് അവള്. ഇവനാണ് പുതിയ ട്രെയിനി ടീച്ചർ എന്ന് കണ്ട് എല്ലാവരും വന്ന് ഇവനോട് പരിചയപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും ഇവൻ ഇടയ്ക്കിടയ്ക്ക് യൂണിനെ നോക്കി ചിരിക്കുന്നത് കാണാം. ഈ ജിഹയാണെങ്കിൽ തക്കം കിട്ടുമ്പോഴെല്ലാം ജിവോണിന്റെ കൂടെയാണ്. ഞാൻ പറഞ്ഞിരുന്നില്ല അവൾക്ക് ജിവോണിനോട് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. സൂണയ്ക്കാണെങ്കിൽ ആദ്യമേ ജിഹയെ തീരെ ഇഷ്ടമല്ലായിരുന്നു. ഇപ്പൊ ജിവോണിന്റെ കൂടെ നടക്കുന്നത് കാണുമ്പോൾ ഒന്നുകൂടെ കൂടും. ഇപ്പൊ ഈ ജിഹയാണെങ്കിൽ അവിടുത്തെ സാധനെ പോയി ചാക്കിലാക്കി സാദിനെ ഒരു ഡിന്നറിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യും. അതായത് ഇവരുടെ സ്കൂളിലെ ക്രിയേറ്റീവ് ടീമിലുള്ള എല്ലാവരും കൂടെ ഇന്ന് ഡിന്നർ പ്ലാൻ ചെയ്യുന്നുണ്ട്. സാറിനോട് വരുന്നു എന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്കാരനാണെങ്കിൽ ഡബിൾ ഓക്കെ. പക്ഷെ ഒരു കണ്ടീഷൻ, എങ്ങനെയെങ്കിലും ജിവോണിനെ കൊണ്ടുവരണം. അങ്ങനെ സാദ് പോയി കൈയും കാലും പിടിച്ച് ജിവോണിനോടും ഡിന്നറിന് വരാനായിട്ട് സമ്മതിപ്പിക്കും. അങ്ങനെ ഇപ്പൊ ഡിന്നർ കഴിക്കാൻ യൂണും ജിവോണും ഒഴിച്ച് സ്കൂളിലെ പകുതി ടീച്ചേഴ്സും എത്തിയിട്ടുണ്ട്. ക്രിയേറ്റീവ് ടീമിൽ ഇത്രയും ആൾക്കാരുണ്ടെന്ന് ഇവർ ആദ്യമായിട്ടാണ് കാണുന്നത് തന്നെ. സംഭവം എന്തെന്ന് നോക്കിയാ ജിവോൺ ഇന്ന് ഡിന്നറിന് വരുന്നുണ്ടെന്ന് ഇവരുടെ അടുത്ത് നിന്നും ജിഹ അറിഞ്ഞു. അങ്ങനെ അവളും വരാന്ന് തീരുമാനിക്കും. യൂൺ ഉണ്ടാവുമെന്ന് കേട്ട് മൂൺസുവും വരും. മൂൺസ് വരുന്നു എന്നറിഞ്ഞ് അവിടുത്തെ പകുതി പേരും വരും. അങ്ങനെയാണ് ഇപ്പോൾ ഇത്രയും പേര് ഒത്തുചേർന്നിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു ഡ്രിങ്കിൽ തന്നെ മൂൺസുവിന്റെ ബോധം പോകും. ഇതേ സമയം യൂൺ ആണെങ്കിൽ സ്കൂളിൽ ഒരു പാരന്റുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പുതിയ പ്രോഗ്രാമിനെ കുറിച്ച് അറിഞ്ഞ പാരന്റ് ആണെങ്കിൽ യൂണിന്റെ അടുത്ത് വന്ന് തന്റെ മകളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുവാണ്. ഇവര് പണ്ടുതൊട്ടേ അങ്ങനെയാണ്, എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ
നേരെ സ്കൂളിൽ വന്ന് ഓരോന്ന് പറഞ്ഞ് യൂണിനെ ചാകിലാക്കും. ഇവരുടെ മോളാണെങ്കിൽ പഠിക്കാനൊന്നും അത്ര മിടുക്കിയല്ല. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാം കടന്നു കിട്ടാനും ഒരു വഴിയുമില്ല. എങ്ങനെയെങ്കിലും തന്റെ മകളെയും കൂടെ അതിലേക്ക് എടുക്കാൻ വേണ്ടി പറയുവാണ് അവര്. സമയമാണെങ്കിൽ പോവുകയും ചെയ്യുന്നു. യൂണിനാണെങ്കിൽ ഇവരുടെ അടുത്ത് നിന്ന് മുങ്ങാനും പറ്റുന്നില്ല. ഇവളിപ്പോഴും സ്കൂളിലുണ്ട്. പാരന്റുമായിട്ട് സംസാരിച്ചിരിക്കുവാണെന്നറിഞ്ഞ ജീവോൺ ആണെങ്കിൽ ഇവൾ ഇറങ്ങാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവാണ്. എത്ര വെയിറ്റ് ചെയ്തിട്ടും ഇവരുടെ ചർച്ചയാണെങ്കിൽ തീരുന്നുമില്ല. സഹി കെട്ട് ഒളിച്ചും പാത്തും ഡോറിന്റെ മുന്നിൽ വരെ പോയി നോക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഇവരുടെ ചർച്ച കഴിഞ്ഞ് ഇവർ പുറത്തേക്ക് ഇറങ്ങും. അത് കാണുന്നതും ഓഫീസും പൂട്ടി ഇവനും ഇറങ്ങും. ഇവനും ഇപ്പൊ ക്ലബ്ബിൽ ഡിന്നറിന് വേണ്ടി പോകാൻ അറിയുമ്പോൾ താൻ എന്തിനാ അങ്ങോട്ടേക്ക് വരുന്നേ, താനൊന്നും വരണ്ട എന്ന് പറഞ്ഞ് ഇവനെ തടയാനായിട്ട് യൂൺ നോക്കുമ്പോൾ നിനക്ക് ഞാൻ വരുന്നത് ഇഷ്ടമല്ലെങ്കിൽ നീ പോകണ്ടെന്ന് നോക്കി. എന്നെ അങ്ങോട്ടേക്ക് ഒഫീഷ്യലി ഇൻവൈറ്റ് ചെയ്തതാ, പോകാണ്ടിരിക്കാൻ പറ്റില്ല, നീ എന്താന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞു പോകും. അങ്ങനെ രണ്ടുകൂടെ ഡിന്നറിന് വേണ്ടി വരും. ഇപ്പൊ അവരാണെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുന്നതിന്റെ ഇടയിൽ സാധാണെങ്കിൽ അവിടെയുള്ളവരോട് ഒപ്പം വർക്ക് ചെയ്യുന്ന ആളുകളെ ജീവിത പങ്കാളിയാക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും. ജിവോണിനോട് ചോദിക്കുമ്പോൾ ജിവോൺ അതിന് താല്പര്യമില്ല എന്ന് പറയും. ഡിന്നറിന് തേഹോയും ഉണ്ട്. തേഹോയും കൂടെ മുന്നിലിരിക്കുമ്പോൾ ഈ ഒരു ചോദ്യം ചോദിച്ചത് കേട്ട് യൂണിനാകെ വല്ലാണ്ടാവുകയാണ്. ഇവളിവനെ പ്രപ്പോസ് ചെയ്തതാണല്ലോ. സാദ് ഇപ്പോൾ ജിവോണിന്റെ അഭിപ്രായം ചോദിക്കും. അത് ആ ആളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുമെന്ന് ഇവളെ തേഹോയെ നോക്കി പറയുമ്പോൾ ആൾ എത്ര നന്നായിട്ടിരിക്കണം, നമ്മുടെ ചെയർമാന്റെ അത്ര നന്നായാൽ മതിയോ? അല്ല, നമ്മുടെ ചെയർമാനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ? നിങ്ങൾ കുട്ടിക്കാലം തൊട്ടേ ഫ്രണ്ട്സ് അല്ലേ? പുള്ളി നല്ല ഗുഡ് ലുക്കിംഗ് ആണ്, നല്ലൊരു പൊസിഷൻ ഉണ്ട് എന്നിത് കേട്ട് യൂണിനെ തീരെ ഇഷ്ടപ്പെടാതെ എന്ത് ചോദ്യം ഇതെന്നും പറഞ്ഞ് സാധനയും ചീത്ത വിളിച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോകും. അവള് പോകുന്നത് കണ്ട് പിറകെ തേഹോയും ചെല്ലും. അവൻ ഇവൾക്ക് ഡ്രിങ്ക്സ് വാങ്ങിക്കൊടുത്ത് കുറച്ച് സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് വിളിച്ചോണ്ടു. ഇവര് രണ്ടുപേരൂടെ വരുന്നതാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയ ജീവോൺ സിഗരറ്റ് വലിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തേക്ക് ഇവരങ്ങോട്ടേക്ക് വരുന്നത് കാണുന്നതും ഇവൻ പെട്ടെന്ന് ഒളിച്ച് മാറി നിൽക്കും. എന്താണ് പറയാനുള്ളതെങ്കിലും പറഞ്ഞു, അത് ഞാൻ കേൾക്കാൻ തയ്യാറാണ്, ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞതിനുള്ള ഉത്തരം പറയാനാണ് ഇങ്ങോട്ടേക്ക് വിളിച്ചതെന്ന് എനിക്കറിയാം എന്ന് യൂൺ പറയുമ്പോൾ ഇവൾക്ക് ഇവനെ ഇഷ്ടമാണോ എന്നും ചോദിച്ച് അന്തം വിട്ട് നിൽക്കുവാണ്. ഇതെല്ലാം കേട്ട് മറഞ്ഞിരിക്കുന്ന ജീവൻ. ഇപ്പൊ തേഹോ ആണെങ്കിൽ ഞാൻ ടീച്ചറിനെ വെയിറ്റ് ചെയ്യിപ്പിച്ചതിൽ സോറി, ഞാൻ ഒരുപാട് ചെറുപ്പമല്ലാത്തത് കൊണ്ട് തന്നെ കാര്യങ്ങൾ ഒരുപാട് ചിന്തിച്ചിട്ട് തീരുമാനിക്കും. ആദ്യമേ എന്നെ പോലെ ഒരാൾ ഇഷ്ടപ്പെട്ടതിൽ താങ്ക്സ്, പക്ഷെ ടീച്ചർ ഇപ്പോഴും ഒരുപാട് ചെറുപ്പമാണ്, നല്ല വ്യക്തിത്വത്തിനുടമയാണ്, അതുപോലെ നല്ലൊരു ടീച്ചറാണ്. ഞാൻ ഒരിക്കലും ടീച്ചറിന് ചേരുന്ന ഒരു വ്യക്തിയല്ല. ടീച്ചർ എന്നെക്കാൾ നല്ല ഒരാൾ അർഹിക്കുന്നുണ്ട്. ഒരുപാട് ചിന്തിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ഉത്തരത്തിലെത്തിയത്. ടീച്ചർ എന്നോട് ക്ഷമിക്കണമെന്ന് ദേഹോ പറയുമ്പോൾ ഇത് കേട്ട് ആകെ കരഞ്ഞുകൊണ്ടിരിക്കുവാണ് യൂൺ. ഞാൻ സാറ് റിജക്ട് ചെയ്തത് കൊണ്ടല്ല കരയുന്നത്, എനിക്ക് ഇതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, എന്തായാലും ഞാൻ ഇത് എക്സ്പെക്ട് ചെയ്തതായിരുന്നു. ഞാൻ കരയുന്നതിന് കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് എന്റെ ജീവിതത്തിൽ ഒരുപാട് മോശം കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അതുകൊണ്ട് സാർ അതോർത്ത് വിഷമിക്കേണ്ടെന്ന് പറയും. അങ്ങനെ ഇവനെ പറഞ്ഞയച്ച് പിന്നെ മൂങ്ങിക്കൊണ്ടിരിക്കുവാണ് അവള്. ഏത് നേരത്താണോ എനിക്ക് ഡ്രിങ്ക്സ് കഴിക്കാൻ തോന്നി, ഏത് നാശം പിടിച്ച നേരത്തെ ഞാൻ ഇയാളെ പ്രപ്പോസ് ചെയ്തതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കരഞ്ഞു കഴിഞ്ഞ് ഇവള് മുന്നോട്ടേക്ക് വരുന്നത് കാണുന്ന ഇവൻ അവളെ കാണാണ്ട് മാറി നിൽക്കാനായിട്ട് പോകുന്നതും അവിടെ കിടന്ന ഒരു ഡ്രമ്മിന്റെ മുകളിലേക്ക് വീഴും. അതാണെങ്കിൽ ഒരുമാതിരി വീഴ്ചയായി പോകും. എഴുന്നേൽക്കാൻ പോയിട്ട് അനങ്ങാൻ പോലും പറ്റുന്നില്ല. ഇവൻ വീണ ശബ്ദം കേട്ട് യൂണാണെങ്കിൽ പേടിച്ചു. തനിക്ക് ഒരാളുടെ ഹെൽപ്പ് ഇല്ലാണ്ട് ഇവിടെ നിന്ന് അനങ്ങാൻ പറ്റില്ലെന്ന് കണ്ട ഇവനാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് അവിടെ പേടിച്ച് മാറി നിൽക്കുന്ന യൂണിനെ വിളിക്കും. എവിടെയോ കേട്ട് പരിചയമുള്ള അലവലാതി ശബ്ദമൊന്നും പറഞ്ഞ് ഇവള് വന്ന് നോക്കുമ്പോൾ ആ ഡ്രമ്മിന്റെ ഉള്ളിൽ കുടുങ്ങി കയ്യും കാലും ഇട്ടടിക്കുന്ന ഇവൻ ഇവള് കാണും. അപ്പൊ നേരത്തെ ഇവരുടെ സംസാരം എല്ലാം കേട്ട് ഇവൻ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് അറിയുന്ന ഇവളാണെങ്കിൽ അപ്പൊ താൻ ഇവിടെ ഒളിച്ചിരുന്നെല്ലാം കേൾക്കുമായിരുന്നല്ലേ, അപ്പൊ താൻ എല്ലാം കേട്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ കേട്ടുപോയി, ഞാനുണ്ടായ സ്ഥലത്തേക്ക് നിങ്ങൾ വന്നപ്പോൾ ഞാനൊന്ന് മാറി നിന്നതാ. ആ കിളവൻ വേണ്ടെന്ന് പറഞ്ഞതിനാണോ നീ നേരത്തെ ഇവിടെ കിടന്ന് കരഞ്ഞ്? അവനാരാ നിന്നെ വേണ്ടെന്ന് വെക്കാൻ എന്ന് പറയുന്ന ജീവനോട് നീ എന്തിനാ ശരിക്കും നാട്ടിലോട്ട് വന്നേ? എന്റെ അവസ്ഥ കണ്ട് ചിരിക്കാനാണോ? ഞാനുള്ള സ്ഥലത്തേക്ക് തന്നെ നീ വന്നത് അതിനു വേണ്ടിയിട്ടല്ലേ എന്ന് ഇവള് ചോദിക്കുമ്പോൾ നിന്റെ അടുത്തേക്ക് ഞാൻ വരാൻ മാത്രം നീ അതിനാരാ എന്ന് പറയുന്ന ജീവനോട് എനിക്ക് നിന്നെ കണ്ണി കണ്ട ദേഷ്യമാ, എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്നും ചീത്ത വിളിച്ച് അവിടെ നിന്ന് പോവാണ് ഇവള്. ഒരു വിധത്തിൽ അങ്ങോട്ടേക്ക് വന്ന ഹെൽപ്പും പോയി. അവിടെ കിടന്ന് പിന്നെ കുറെ പരിശ്രമിച്ച് കഴിയുമ്പോൾ ആ ഡ്രമ്മോട് അവൻ നിലത്തേക്ക് വീഴും. അങ്ങനെ അവിടെ നിന്നും ഒരു വിധത്തിൽ വീണ്ടും ഇവരുള്ളിടത്തേക്ക് വരുമ്പോഴായിരിക്കും അകത്തുനിന്ന് ഇവരുടെ സംസാരം ഇവൻ കേൾക്കുന്നത്. അപ്പൊ നീ ചെയർമാനെ ഡേറ്റ് ചെയ്യോ ഇല്ലേ എന്ന് സാറ് യൂണിനോട് ചോദിക്കുമ്പോൾ ഇനിയിപ്പോ ഞാൻ ചത്ത് തിരിച്ചു വന്നാലും അവനെ ഞാൻ ഡേറ്റ് ചെയ്യില്ല. എന്തിന്? ഈ ലോകത്തുള്ള എല്ലാവരും പോയി അവസാനം ഞങ്ങൾ രണ്ടുപേരും മാത്രം അവശേഷിച്ചാൽ പോലും അവനെ ഞാനൊന്ന് നോക്ക് പോലും ചെയ്യില്ല. അവനെ കാണാണ്ടിരിക്കാൻ മാത്രം ഞാൻ ഈ ലോകം മൊത്തം സഞ്ചരിക്കും എന്ന് ഇവള് പറയുന്ന ഉത്തരം കേട്ട് ഒരു വല്ലാത്ത ചിരിയും ചിരിച്ചുകൊണ്ടിരിക്കുവാണ്. ഇവരാണെങ്കിൽ ഇപ്പൊ സ്കൂളിന്റെ മുറ്റത്തുള്ള ലൈലാക്ക് എന്ന് പറയുന്ന മരത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഈ ലൈലാക്കിനെ ചുറ്റിപ്പറ്റി കുറെ കഥകളുണ്ട്. പക്ഷെ അത് എപ്പോഴൊന്നും പൂവിടില്ല. ഒരു ഇയർ പൂവിടാണെങ്കിൽ അടുത്ത ഇയർ ചിലപ്പോൾ പൂവിടില്ല. ചിലപ്പോൾ വരണ്ട് ഉണങ്ങി പോകുന്ന സമയത്തൊക്കെ ആയിരിക്കും അത് പൂവിടുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ അതിനെ ക്രൈസി ലൈലാക്ക് എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഇവർ ഇതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും അങ്ങോട്ടേക്ക് ജീവൻ വരുന്നത്. ചെളിയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന കോലത്തിലാണ് അവൻ വരുന്നത്. പിന്നെ മൂടും തട്ടി അവിടെ ഇരിക്കും. ഈ ഇയർ ആ ലൈലാക്ക് പൂവിടുകയാണെങ്കിൽ ഇപ്രാവശ്യം സ്കൂളിൽ പഠിച്ച കുട്ടികൾക്ക് നല്ല നല്ല കോളേജുകളിൽ അഡ്മിഷൻ കിട്ടും. അങ്ങനെയൊക്കെ ഒരു പറച്ചില് ആ ഒരു മരത്തിനെ ചുറ്റിപ്പറ്റിയുണ്ട്. അഥവാ പൂവിട്ടില്ലെങ്കിൽ അവർക്ക് അഡ്മിഷൻ കിട്ടില്ല എന്നൊക്കെ. ഇപ്രാവശ്യം മരം പൂക്കൂന്ന് തോന്നുന്നുണ്ടോന്ന് ജിഹി ചോദിക്കുമ്പോൾ അതിനൊരിക്കലും പൂവിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ ഗ്രാൻഡ് പേയുടെ അഭിമാനവും സന്തോഷവും ഒക്കെ ആയിരുന്നു. ഇപ്പൊ 4 കൊല്ലമായി. അതുകൊണ്ടാണ് നമ്മുടെ സ്കൂളിൽ നിന്ന് കോളേജിലോട്ടുള്ള പ്രവേശന നിരക്കെല്ലാം കുറയുന്നത് എന്നിപ്പോ യൂൺ പറയുമ്പോൾ അത് അതുകൊണ്ടൊന്നുമല്ല. എന്തായാലും ഇപ്രാവശ്യം അത് പൂവിടുമെന്ന് പറയുവാണ് ജോ. ഇല്ല, അതൊരിക്കലും പൂവിടില്ല, 4 കൊല്ലമായിട്ട് പൂവിട്ടിട്ടില്ല, പിന്നെങ്ങനാ എന്ന് വീണ്ടും
യൂൺ പറയുമ്പോൾ മരം മൊത്തത്തിൽ വാടി ഉണങ്ങി പോയിട്ടൊന്നുമില്ലല്ലോ, അവിടെ തന്നെ ഇല്ലേ, ആർക്കറിയാം ചിലപ്പോ ഇക്കൊല്ലം പൂവിട്ടാലോ എന്നതിൽ തന്നെ ഉറച്ചു നിൽക്കുവാണ് ജീവൻ. ഇപ്പൊ അവിടെ കിടന്ന് രണ്ടുകൂടെ വഴക്ക് തുടങ്ങും. ഈ ലൈലാക്ക് പൂവിടും ഇല്ലാന്നും പറഞ്ഞു. അഥവാ അത് പൂവിട്ടില്ലെങ്കിൽ താൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഇവള് ചോദിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ ഈ സ്ഥാനം ഒഴിഞ്ഞു പോകുന്നു ഇവൻ പറയും. ഒരു മരത്തിന്റെ കാര്യം പറഞ്ഞ സാധനത്തിന് ഇങ്ങനെയൊക്കെ പറയുന്നേ, ഇമാതിരി ബെറ്റൊന്നും വെക്കണ്ടെന്ന് എല്ലാവരും പറയുമ്പോൾ ജീവൻ അവന്റെ ബെറ്റിൽ നിന്നും മാറാൻ ഒട്ടും തയ്യാറല്ലായിരുന്നു. അഥവാ ലൈലാക്ക് പൂവിട്ടില്ലെങ്കിൽ ഞാൻ ഈ സ്ഥാനത്തുനിന്ന് ഒഴിയും, അഥവാ ലൈലാക്ക് പൂവിടുകയാണെങ്കിൽ നീ എന്നെ ഡേറ്റ് ചെയ്യണം. അത് കേൾക്കുന്നതും എല്ലാവരും ഞെട്ടിപ്പോവും. പേക്കടിച്ച് വെളിവ് തെറ്റിപ്പോയ മൂൺസ് വരെ ബോധം വന്ന് എഴുന്നേൽക്കും. ഇപ്പോഴാണ് പെട്ടെന്ന് സാധന അവരുടെ പണ്ടത്തെ ബെറ്റിനെ കുറിച്ച് ഓർമ്മ വരുന്നത്. യെസ്, ഇപ്പോഴല്ലേ ഓർമ്മ വന്നേ. ഇതുപോലൊരു ബെറ്റ് പണ്ട് ഇവരുടെ ഫൈനൽ എക്സാം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. യൂൺ ജയിക്കുവാണെങ്കിൽ ഇവൻ ഇവളെ ചേച്ചിന്ന് വിളിക്കും, അഥവാ ജിവോൺ ജയിക്കുകയാണെങ്കിൽ ഇവൾ ഇവനെ ഡേറ്റ് ചെയ്യണം. എന്നിട്ട് ആര് ജയിച്ചെന്ന് എല്ലാവരും ആകാംക്ഷയോട് ചോദിക്കുമ്പോൾ ആര് ജയിക്കാൻ, നമ്മുടെ യൂൺ തന്നെ ജയിച്ചു. എന്നിട്ട് സാർ അവളെ ചേച്ചിന്ന് വിളിച്ചോ എന്ന് സൂണ ചോദിക്കുമ്പോൾ നമുക്ക് പണ്ടത്തെ ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. അന്ന് ഇവളെ വിളിച്ചുകൊണ്ട് പാർക്കിൽ പോകുന്നവൻ അവിടെ വെച്ച് തന്റെ മനസ്സിലുള്ളതെല്ലാം ഇവളോട് തുറന്നു പറഞ്ഞു. നീ എന്നെ ഡേറ്റ് ചെയ്യോ? ഞാൻ ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞത് വെറുതെ ആ ബെറ്റിന്റെ പുറത്തല്ല. എന്ന് മുതലാണ് ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ ജനിച്ച തൊട്ടേ നീ എന്റെ അടുത്തുണ്ടായിരുന്നു. തമ്മിൽ തല്ലാനാണെങ്കിലും നമ്മൾ ഇപ്പോഴും കാണുമായിരുന്നു. പിന്നീട് നിന്നെ കാണാതാവുമ്പോൾ എനിക്ക് മിസ് ചെയ്യാൻ തുടങ്ങി. ഈ ഫീലിംഗ്സ് ഒരുപാട് കാലം തൊട്ടേ എനിക്കുണ്ടായിരുന്നു. എന്നാൽ അത് പ്രണയമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ല. യൂണും ജിവോണും ഭയങ്കര എനിമീസ് എല്ലാം ആയിരുന്നെങ്കിലും ജിവോണിന്റെ മനസ്സിൽ യൂണിന് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു. പിന്നീട് ആ ജൂനിയർ വന്ന് ഇവളെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടായി പോയി. ഒരു ദിവസം അവന്റെ കൂടെ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവള് പോകാൻ തുടങ്ങുമ്പോൾ അതിന് കുറെ ബ്ലോക്ക് ചെയ്യാനായിട്ട് ഇവൻ നോക്കുന്നുണ്ട്. ഇന്ന് നേരെ വീട്ടിലോട്ട് പൊക്കോ, മഴ വരൂന്നൊക്കെ പറഞ്ഞ്. എന്നിവൾ അതൊന്നും കേൾക്കാതെ ലവന്റെ കൂടെ പോകും. അങ്ങനെ ഇപ്പോൾ ഒരു റെസ്റ്റോറന്റിൽ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സോളിൽ നിന്ന് വന്നൊരു ബസ് ആക്സിഡന്റ് ആയെന്നും ഒരുപാട് പേരെ ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റി എന്നൊക്കെ പറഞ്ഞൊരു ന്യൂസ് കാണുന്നത്. ആ ജൂനിയർ പയ്യന്റെ കൂടെ സോളിലെ കോളേജ് കാണാൻ വേണ്ടി ഇവൾ അങ്ങോട്ടേക്ക് പോകുന്നുള്ള കാര്യം ഇവൻ അറിയായിരുന്നു. ആകെ പേടിച്ചു പോകുന്ന ജീവൻ ആണെങ്കിൽ ഇവളെയും തപ്പി ഹോസ്പിറ്റലിലേക്ക് ഓടും. എന്നാൽ ഹോസ്പിറ്റലിലൊന്നും അവൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ജൂനിയർ പയ്യൻ അവിടെ ഉണ്ടായിരുന്നു. ഇവൻ അവനോട് പോയിട്ട് യൂണിന്റെ കാര്യം തിരക്കും. പക്ഷെ അവൾക്കാണെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. ഇവൻ ചെന്ന് നോക്കുമ്പോൾ അവൾ ലൈബ്രറിയുടെ മുന്നിലുണ്ടായിരുന്നു. ഈ സമയം തന്റെ ഉള്ളിലുള്ള ഒരു ഫീലിങ്സ് അവന് മനസ്സിലാവുമായിരുന്നു. യൂൺ ജിവോൺ, എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ യൂൺ ആകെ ഷോക്കായിട്ട് പോകും. അതേ നിപ്പ് തന്നെയാണ് ഇപ്പൊ പ്രസന്റില് ഇവൻ തന്നെ ഡേറ്റ് ചെയ്യാൻ പറയുമ്പോഴും ഇവള് നിൽക്കുന്നത്. നീ എന്താ തമാശ കളിക്കുവാണെന്ന് ഇവള് ചോദിക്കുമ്പോൾ ഞാൻ എന്റെ ജോലിയെ വെച്ച ബെറ്റ് ചെയ്തേ. അങ്ങനെയാകുമ്പോൾ നിനക്ക് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും വെച്ച് തന്നെ നീയും സാക്രിഫൈസ് ചെയ്യണം. എന്താ തോറ്റു പോകുമെന്ന് നിനക്ക് വല്ല പേടിയുണ്ടോ എന്ന് ചോദിച്ച് ജിവോൺ ഇവളെ ദേഷ്യം പിടിപ്പിക്കുമ്പോൾ ശരി, ഞാനും ബെറ്റിന് സമ്മതിച്ചു, എന്തൊക്കെ വന്നാലും അത് പൂവിടില്ലെന്ന് എനിക്കറിയാം. അങ്ങനെ ഇപ്പോ ഇവരുടെ ഈ ബെറ്റും കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ആ മരം പൂവിടുമായിരിക്കും. പാസ്റ്റിൽ ഇവൻ തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞതിൽ ഇവൾ എന്തായിരിക്കും മറുപടി പറഞ്ഞിട്ടുണ്ടായിരിക്കുക? അവർക്കിടയിൽ അന്ന് എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നെല്ലാം നമുക്ക് വരുന്ന എപ്പിസോഡുകളായിട്ട് കാണാം.